പിടിച്ചെടുത്ത ഇന്ത്യയും 49 പ്രിയങ്ക ഗാന്ധി ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 45,000 അല്പസമയത്തിനകം തന്നെ 50,000 തൊടും എന്നുള്ളതാണ്. 45,830 വോട്ടിന്റെ ലീഡ് നില സ്വന്തമാക്കിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ. പാലക്കാട്ട് രണ്ടാം റൗണ്ടിൽ കല്ലേപ്പള്ളി പുത്തൂർ മേഖലയിലെ വോട്ടിന്റെ വിവരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അവിടെ നിന്നുള്ള ആദ്യ സൂചനകൾ വരുമ്പോൾ 1116 എന്ന ഒന്നാം റൗണ്ടിലെ NDA സ്ഥാനാർത്ഥിയുടെ ലീഡ് അത് 1300 ഉയർത്തിയിട്ടുണ്ട് എന്നാണ് ഗോകുൽ അവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നൽകുന്ന വിവരം. രണ്ടാം റൗണ്ടിൽ നേരത്തെ കല്ലേപ്പള്ളി പുത്തൂർ മേഖലകളിൽ 911 വോട്ടിന്റെ ലീഡായിരുന്നു ഈ ശ്രീധരനുള്ളത്. ഒന്നാം റൗണ്ടിൽ സംഭവിച്ചതുപോലെ ബിജെപിയുടെ ലീഡിൽ രണ്ടാം റൗണ്ടിൽ പാലക്കാട്ട് LDFന്റെ വോട്ട് ചോർന്നു പോയിട്ടില്ല എന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതായത് പാലക്കാട് സരിൻ പിടിച്ചു നിൽക്കുന്നു. 4050 വോട്ട് UDF-നുള്ളപ്പോൾ 3836 വോട്ട് LDF-നുണ്ട് എന്നുള്ളത് കാണണം. ചെറിയ കാര്യമല്ല, വോട്ട് പിടിക്കുന്നു. LDF അവരുടെ വോട്ട് പിടിക്കുന്നു എന്നുള്ള സൂചന. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ പിരായിരി എണ്ണുമ്പോൾ അങ്ങനെ മാത്തൂർ എണ്ണുമ്പോൾ ഇങ്ങനെയൊന്നും കണക്കാക്കണ്ട. അടിസ്ഥാന വോട്ട് പിടിച്ചാണ് പോകുന്നത്. എന്തും സംഭവിക്കാവുന്ന തെരഞ്ഞെടുപ്പാണിത്. കഴിഞ്ഞ തവണ അവിടെ LDF-ഉം UDF-ഉം തമ്മിൽ 11,000 വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്നു. അവിടെയാണ് ഈ ഇഞ്ചോടിഞ്ച് നിൽക്കുന്നത്. 1500 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് നിലവിൽ ലീഡ് നിലയിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ളത് എങ്കിൽ സരിൻ സ്വന്തം വോട്ട് മാത്രമല്ല പിടിക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ആ സ്ക്രീനിൽ കണ്ടത്. അഭിലാഷ് പറഞ്ഞത്, മാധു പറഞ്ഞത്. ശ്രദ്ധിക്കണം, പാലക്കാട്ടെ പാറ്റേൺ ആകെ മാറി മറിയുകയാണോ? ഫലസൂചന എങ്ങോട്ടേക്കാണ് എന്നിപ്പോൾ പറയാൻ കഴിയില്ല എങ്കിലും പാലക്കാട്ട് നഗരത്തിൽ സാധാരണ നിലയിൽ തിരിച്ചടിയേൽക്കാറുള്ള, പരിക്ക് പറ്റാറുള്ള CPM LDF സ്ഥാനാർത്ഥികൾ. പക്ഷേ ഇത് പീസരിൻ ആദ്യ റൗണ്ട് പൂർത്തീകരിച്ച് രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ UDF-ഉമായി വലിയ വോട്ട് വ്യത്യാസമില്ലാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സൂചന എന്താണ് എന്നത് വളരെ പ്രധാനം. രണ്ടാം റൗണ്ടിന്റെ കണക്കുകൾ കൂടി വരുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കുന്നത്. ഇഞ്ചോടിഞ്ച് ത്രികോണ പോരിലേക്ക് ഈ റൗണ്ടുകൾ മുന്നോട്ട് പോകുമ്പോൾ എത്തിച്ചേരുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ, നേരത്തെ ആരും കരുതാത്ത തരത്തിലുള്ള ക്ലൈമാക്സിലേക്ക് എത്തുമോ കാര്യങ്ങൾ എന്നതിന്റെ ഒരു സൂചനയാണോ ആണെങ്കിൽ നേരത്തെയുള്ള സകല കണക്കുകളും തെറ്റിപ്പോകും. അത് പക്ഷേ നമ്മൾ ഈ രണ്ട് ബൂത്തിനെ വെച്ച്, അതായത് ഈ രണ്ട് റൗണ്ടിനെ മാത്രം വെച്ച് പറയാനും കഴിയില്ല. കാരണം ഇതൊരു കൽപ്പാത്തി, കുമാരപുരം, കല്ലേപ്പള്ളി, പുത്തൂർ മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം. അതിലൊരു നേച്ചർ അറിയാം. പാലക്കാട് നഗരത്തിന്റെ ഭാഗമായി കിടക്കുന്ന BJP-ക്കുമൊക്കെ രാഷ്ട്രീയ മേൽക്കൈയുള്ള ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ആ തരത്തിലുള്ള ഒരു പ്രദേശമാണ് എന്ന കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതുകൊണ്ട് ഒരു 5 റൗണ്ട് കഴിഞ്ഞിട്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്നാണ്. പാലക്കാട് മേഖലയിൽ തന്നെ 16,000 വോട്ടാണ് കഴിഞ്ഞ തവണ LDF സമാഹരിച്ചെങ്കിൽ അത് ഇരട്ടിയിലധികം വോട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ BJP-ക്ക്. അവിടെയാണ് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പാറ്റേണിലല്ല എന്തായാലും മുന്നോട്ട് പോകുന്നത് ദൃശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട വിവരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷമാണ്. പാലക്കാട്ട് 1300 ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥിയുടെ ലീഡെങ്കിൽ വളരെ കൗതുകകരമായ കാര്യം, LDF-നും UDF-നും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ വലുതല്ല. പാലക്കാട്ട് സരിൻ വോട്ട് പിടിക്കുന്നു. എന്താണ് പാലക്കാട്ട് ജനമനസ്സിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ ജനവിധി എന്നറിയാനുള്ള ട്രെൻഡ്? ആ ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ രണ്ടാം റൗണ്ടിന്റെ വോട്ട് ഇപ്പോൾ വരണം. രണ്ടാം റൗണ്ടിന്റെ ഫലം വോട്ടിന്റെ ലീഡ് നില പാലക്കാട്ട് C കൃഷ്ണകുമാറിന്. അത് പ്രതീക്ഷിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ആ നിലയ്ക്കാണ്. 2684 നോക്കുമ്പോൾ കല്ലേപ്പള്ളി പുത്തൂർ ഇത്രയും വലിയ ലീഡ് തരേണ്ട സ്ഥലമല്ല. 2684 ആയി. 2 റൗണ്ട് കഴിയുമ്പോൾ BJP-യുടെ ലീഡ് നില ഉയരുന്നു. ശരിയാണ്, ഈ ശ്രീധരന് 3000-ന് മുകളിലായിരുന്നു ലീഡ്. എങ്കിൽ പോലും 2 റൗണ്ട് കഴിയുമ്പോൾ 2684 വോട്ടിന്റെ ലീഡ് അവിടെ C കൃഷ്ണകുമാർ ക്ഷീണം തീർത്തിരിക്കുന്നു. 2016 വോട്ട് എന്ന് നമ്മൾ 900 വോട്ട് കൂടി പഴയ വോട്ട് കിട്ടുകയാണെങ്കിൽ 2000 വോട്ട് കിട്ടേണ്ട ഇടത്താണ് ഈ വിവരം കറക്റ്റ് ആണെങ്കിൽ 2016 എന്ന വിവരം ഗോകുല മെസ്സേജിൽ എന്തോ ഒരു തിരുത്തൽ. ചേലക്കരയിൽ 2583 ആയി ലീഡ്. 2 റൗണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ.